ദേവരി കോളേജിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും ഒരു ക്രോസ് സെക്ഷനാണ് ഞാൻ ഈ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. എനിക്കറിയാം സാം തോമസ് എന്ന വ്യക്തിയെക്കുറിച്ച് ധാരാളം പേരോട് സംസാരിച്ച് കഴിഞ്ഞു. ഒരു 5 പതിറ്റാണ്ടിൻ്റെ സ്നേഹബന്ധമുണ്ട് എനിക്ക് സാമുവായിട്ട്. എനിക്കാൾ പ്രായം കൊണ്ട് മൂത്തതാണെങ്കിലും പേരുകളാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറ്. ഒരു നാടകം എന്ന കലയെ ഇത്ര മനസ്സുകൊണ്ട് സ്നേഹിച്ചൊരു വ്യക്തിയെ ഞാൻ അപൂർവമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളൂ. എല്ലാ അർത്ഥതലങ്ങളിലും മൂവ്മെൻറ്റിലായാലും സംസാര രീതിയിലായാലും നാടകം അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് ചേർന്ന് പിടിച്ചൊരു കലയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങൾക്കും സംഗീതം നൽകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിനും കാരണമെന്ന് ഞാൻ ഊഹിക്കുന്നു. കൃത്യനിഷ്ഠ, സമയനിഷ്ഠ, തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെ അതിൻ്റെ കൃത്യതയോടെ അവതരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഞാൻ വളരെ ദൂരെ നിന്ന് നോക്കിക്കണ്ടിട്ടുണ്ട്. റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആ ഡിസിപ്ലിൻ ഇപ്പോൾ തലമുറക്കത് ഒരു മാതൃകയാവേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടാതെ, ഒരു സ്വാധീന ശക്തിക്കും സമ്പത്തിനോ മറ്റേത് സവിശേഷ ചിന്തകൾക്കോ കീഴ്പ്പെടാതെ തൻ്റെ വഴികളിൽ പൂർണ്ണമായി സഞ്ചരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയെ ആദരിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു സവിശേഷമായ ഒരു സംഗതിയായി ഞാൻ നോക്കിക്കാണുന്നു. വളരെ വൈകിപ്പോയോ ഈ ആദരവിന് എന്ന് എനിക്ക് സംശയമുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. ദീർഘായുസ്സോടെ ഒരു 100 വർഷത്തോളം ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല. കാരണം തിക്കോടിയൻ മാഷ് പറഞ്ഞൊരു വാക്കെന്നെ പലപ്പോഴും ഈ ഘട്ടങ്ങളിൽ എന്നെ ഉറപ്പിക്കാറുണ്ട്. തിക്കോടിയൻ മാഷെ സ്റ്റാസിലിരുത്തിക്കൊണ്ട് ഇതിൻ്റെ സംഘാടകൻ തിക്കോടിയൻ മാഷ് ഇനിയും ഒരു 100-110 വയസ്സ് വരെ ജീവിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചപ്പോൾ വേദിയിലിരുന്ന് തിക്കോടിയൻ മാഷ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിൻ്റെ തന്ത തരുമോ എനിക്ക് ചെലവിന് എന്ന് ചോദിച്ച ഒരനുഭവം എനിക്കുണ്ട്. സദസ്സ് ചിരിച്ച് മലക്കം മറിഞ്ഞതായിട്ടും ഞാൻ തിരിച്ചറിയും. അപ്പോൾ ഒരു പക്ഷേ അത് സാമും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ആശംസ നേരുന്നില്ല. ആരോഗ്യത്തോടു കൂടി ദീർഘകാലം തൻ്റെ നാടക ജീവിതവും കുടുംബജീവിതവും നയിക്കാൻ എൻ്റെ സുഹൃത്തിന്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അവസരമുണ്ടാവട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൻ്റെ സംഘാടകരോട് എനിക്കുള്ള സ്നേഹം ഞാൻ അറിയിക്കട്ടെ. താഴിയോല കൂട്ടായ്മ, ചവറ കൾച്ചർ സെൻ്ററൊക്കെ തന്നെ ഇതിനൊരു തുടക്കം കുറിച്ചു എന്നത് അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സാഹൂത്യം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് കൂടി ഞാൻ ഇതിനെ കാണും. കാരണം അത്രയും സ്നേഹമത്തിലുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. കലയെ സ്നേഹിക്കുകയും കലാകാരനെ രണ്ടാം നിരയായി കാണുകയും ചെയ്യുമ്പോൾ ഒന്നാം നിരയിലേക്ക് എത്തിച്ചേരാൻ ഒരു കലാകാരന് അർഹതയുണ്ടെന്ന് തെളിയിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സാം തോമസ്. അദ്ദേഹത്തിന് ദീർഘായുസ്സ് നേരുന്നു. നന്ദി, നമസ്കാരം.